ഹായ് മക്കളെ. അപ്പൊ മിസ് പറയാൻ പോകുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ആർമേച്ചർ കൺട്രോൾഡ് ഡി സി മോട്ടർ ഇൻ കൺട്രോൾ സിസ്റ്റം. ഇത് കുറെ പേര് എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ആണ് മിസ്സേ. ട്രാൻസ് ഫംഗ്ഷൻ ഓഫ് ആർമേച്ചർ കൺട്രോൾഡ് ഡി സി മോട്ടറും ഫീൽഡ് കൺട്രോൾഡ് ഡി സി മോട്ടറിന്റെ വീഡിയോ ചെയ്യാമോന്ന്. വീഡിയോ ചെയ്യാം, രണ്ടിന്റെയും വീഡിയോ ചെയ്ത് പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തേക്കാം. അപ്പൊ ഇവിടെ ഇപ്പൊ ഓൾറെഡി മിസ് ഫിഗർ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഫിഗറിനെ വെച്ച് ഈ ഇക്വേഷൻ എഴുതുമ്പോൾ വെറുതെ ഇക്വേഷൻസ് മാത്രം എഴുതിയിട്ട് ട്രാൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കരുത്, കുറച്ച് തിയറി എഴുതണം. ആ തിയറിയാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കോ. അപ്പൊ മക്കളെ, മിസ് ഇപ്പൊ ഇവിടെ വരച്ചിട്ടുള്ളത് ഒരു ഡി സി മോട്ടറിന്റെ പിക്ചർ ആണ്. ഈ പിക്ചർ നമ്മളിപ്പോ ട്രാൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഫിഗർ ആണ് വരച്ചിട്ടുള്ളത്. ഇതൊരു നോർമൽ വരച്ചിട്ടുള്ളതാണ് ഫീൽഡ് കൺട്രോൾ. ഇത് ആർമേച്ചർ കൺട്രോളിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ തിയറി എഴുതാനുള്ളത് ഫസ്റ്റ് ദ സ്പീഡ് ഇൻ ദ ഡി സി മോട്ടർ വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ 5 which is directly proportional to the back EMF and speed decreases when the flux increases എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്നാ സ്പീഡ് അല്ലേ, സ്പീഡ് ഓഫ് എ ഡി സി മോട്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ബാക്ക് EMF ഡെവലപ്ഡ്. എത്ര ബാക്ക് EMF ഡെവലപ്പ് ആവുന്നുണ്ടോ അത്രയും മാത്രം സ്പീഡ് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഇൻക്രിമെന്റും ഡിക്രിമെന്റും ഉണ്ടാവും. എന്തിന്? ബാക്ക് EMFന് കറസ്പോണ്ടിങ് ഇൻക്രിമെന്റും ഡിക്രിമെന്റും ഉണ്ടാവും സ്പീഡിന് ഇൻ ഡി സി മോട്ടർ. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ഡിക്രീസ് ചെയ്യും, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് ഡിക്രീസ് ചെയ്യും. അതാണ് ഇവിടെ കണക്ഷൻ. അപ്പൊ ഇത് നമുക്കൊരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് കിട്ടി അല്ലെ. ദ സ്പീഡ് ഓഫ് എ ഡി സി മോട്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാക്ക് EMF ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് എന്ന് എഴുതാം. ദെൻ സെക്കൻഡ് നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു പോയിന്റ് ഞാൻ പറയുകയാണ്. രണ്ട് സിസ്റ്റം ആയിട്ട് ഇപ്പോ ഇതിനെ നമ്മൾ ട്രാൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റത്തിൽ പറയുമ്പോൾ ഇതിനെ രണ്ട് സിസ്റ്റം ആയിട്ട് പറയാം. The armature controlled system be the electrical system and the output system be the mechanical system. അപ്പൊ ഇലക്ട്രിക്കൽ സിസ്റ്റം പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? ഒരു ആർമേച്ചർ സർക്യൂട്ട് ഉണ്ടാവും, അവിടെ ആ ഒരു ആർമേച്ചർ കറണ്ട് ഉണ്ടാവും, ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ടാവും, വൈൻഡിങ് ഉണ്ടാവും അല്ലെ. എന്നുള്ള ഒരു വൈൻഡിങ് ഉണ്ടാവും. ബിക്കോസ് ഇതാണ് എം റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന എന്താ? മോട്ടർ. ആ എം മെക്കാനിക്കൽ സിസ്റ്റം അല്ല, ഇലക്ട്രിക്കൽ സിസ്റ്റം. അത് എം സ്റ്റാൻഡ്സ് ഫോർ ദ മോട്ടർ. ആൻഡ് ദ സെക്കൻഡ് സിസ്റ്റം നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് മെക്കാനിക്കൽ സിസ്റ്റത്തിൽ നിന്നാണ്. അവിടെ എന്തുണ്ട്? ടോർക്ക് ഡെവലപ്പ്. മെഷീൻ റണ്ണിങ് അല്ലേ, റൺ ചെയ്യുന്ന സിസ്റ്റം ഏതാണ്? റൊട്ടേറ്റിംഗ് സിസ്റ്റം ആണ്. അത് റൊട്ടേറ്റിംഗ് സിസ്റ്റം മെക്കാനിക്കൽ സിസ്റ്റം വരുമ്പോഴത്തേനും ഇവിടെ എന്ത് വരും? ടോർക്ക് വരും. ടോർക്ക് ജെ വരുന്നുണ്ട്. ദെൻ ഡാഷ്ബോർഡ് വരുന്നുണ്ട് ആണല്ലോ. ബി റെപ്രസെന്റ് ചെയ്യുന്ന ഡാഷ്ബോർഡിനാണ്. ദെൻ ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇക്വേഷൻസ് എഴുതാം. അപ്പൊ ടേംസ് നിങ്ങൾ വേണമെങ്കിൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ആർ എ ആർമേച്ചർ റെസിസ്റ്റൻസ്, എൽ എ ഇൻഡക്ടൻസ്, എം മോട്ടർ, ഐ എ ആർമേച്ചർ കറന്റ്, എം സ്റ്റാൻഡ്സ് ഫോർ മോട്ടർ, ഡി സി മോട്ടർ. ദെൻ മെക്കാനിക്കൽ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇവിടെ റൊട്ടേറ്റിംഗ് ആയതുകൊണ്ട് ടോർക്കാണ്. ടോർക്ക് വരുമ്പോഴത്തേനും അവിടെയുള്ള ജെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ കമ്പണന്റ്, ബി ഡാഷ്ബോർഡ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഡാഷ്ബോർഡ്. ദെൻ ഇവിടെ തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബി. നമ്മുടെ ട്രാൻസ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ബി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ് നമ്മുടെ ട്രാൻസ് ഫംഗ്ഷൻ. ഔട്ട്പുട്ട് തീറ്റ ഓഫ് എസും ഇൻപുട്ട് വി എ ഓഫ് എസും. ബിക്കോസ് മോട്ടറിന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് വി എ ആണ്, ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത് തീറ്റയാണ്. ആ റൊട്ടേറ്റിംഗിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് തീറ്റയാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ട്രാൻസ് ഫംഗ്ഷൻ നിങ്ങൾ വേണമെങ്കിൽ ഇത് എഴുതി വെച്ചോ. നമ്മുടെ ട്രാൻസ് ഫംഗ്ഷൻ നമുക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന തീറ്റ ഓഫ് എസ് ഡിവൈഡ് ബൈ വി എ ഓഫ് എസ് എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി ഇതിന് കറസ്പോണ്ടിങ് രണ്ട് സിസ്റ്റം ആയിട്ട് തന്നെയാണ് നമ്മൾ ഇക്വേഷൻസ് എഴുതി കണക്ട് ചെയ്യാൻ പോകുന്നത്. ആ ഇന്റർ കണക്ഷൻ ഇതിപ്പോ ഞാൻ ഡയലോഗ് എഴുതാൻ വേണ്ടി എഴുതിയിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു. ഒരു ഡയലോഗ് നിങ്ങൾ എന്തെങ്കിലും എഴുതണോട്ടോ, എഴുതാണ്ട് പോവല്ലേ, എഴുതണേ. അപ്പൊ ഫസ്റ്റ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഇക്വേഷൻസ് വരും നോക്കാം. ഐ എ ഉണ്ട്, ഇൻപുട്ട് എന്താണ്? വി എ ആണ് അല്ലെ. ഡി സി മോട്ടർ ആണ്, ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ്. ഡി സി മോട്ടറിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? ഒരു വോൾട്ടേജ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആ വോൾട്ടേജിനെ ബാക്ക് EMF അല്ലെങ്കിൽ കൗണ്ടർ EMF എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ഇക്വേഷൻ എഴുതാൻ പറ്റുന്ന മെത്തേഡ് വിച്ച് ഇസ് വി എ ഇൻപുട്ട് ഇസ് ഈക്വൽ ടു ഐ എ ഇൻറ്റു ആർ എ. ആർമേച്ചർ സർക്യൂട്ടിലോട്ട് കയറുന്നുണ്ട് അല്ലെ, ആർമേച്ചർ കറണ്ട് ഐ എ വരുന്നുണ്ട്. ദെൻ എൽ എ ഇൻറ്റു ഡി ഐ എ ബൈ ഡി ടി പ്ലസ് അവിടെ ഡെവലപ്പ് ആവുന്ന ടേമസ് ഇ ബി അല്ലേ, പ്ലസ് ഇ ബി കിട്ടി. അത് സ്മോൾ ലെറ്റർ ഇ ബി ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതിക്കോ, ഞാൻ ഇങ്ങനെ എഴുതി. ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ സെക്കൻഡ് ഇക്വേഷൻ എന്താ ഉള്ളത്? ടോർക്ക് ഡെവലപ്പ് ആവും. റൊട്ടേറ്റിംഗ് ആയതുകൊണ്ട് ടോർക്ക് ഉണ്ട്.
തീറ്റ ഉണ്ട്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ജെ ഉണ്ട്, ഡാഷ്പോട്ട് ബി ഉണ്ട്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ വരും? ജെ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടി ഓഫ് എസ്. നമുക്ക് ഡെവലപ്പ് ടി ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ദെൻ വാട്ട് ഇസ് ടി? ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ടി വേണമല്ലോ. ഇവിടെ നിന്ന് കപ്പിൾ ചെയ്തല്ലേ ഇട്ടേക്കുന്നത്, ഷാഫ്റ്റ് അല്ലേ, ഷാഫ്റ്റ് അല്ലേ. അപ്പൊ ഷാഫ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ ആ ഷാഫ്റ്റിലെ ടോർക്ക്, ഇതാണ് ഷാഫ്റ്റ്, ഈ ഷാഫ്റ്റിലെ ടോർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഇക്വേഷൻ കൊണ്ട് കണക്ട് ചെയ്യണമല്ലോ. ഇപ്പൊ ഈ ഒരു കേസിലെ ഇക്വേഷൻ ആണ് ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്, സെക്കൻഡ് എന്ന് പറയുന്ന ആ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഇക്വേഷൻ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഷാഫ്റ്റിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, which is torque directly proportional to the armature current. അല്ലെ, ഇവിടെ ആർമേച്ചർ കറണ്ട് ആയിരുന്നല്ലോ, ഐ എ ആയിരുന്നു. ഇവിടെ അല്ലേ ടോർക്ക് പറഞ്ഞേ. ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എ, വിച്ച് ഇസ് നമുക്ക് എഴുതാം ടി ഇസ് ഈക്വൽ ടു കെ ടി ഐ എ എന്ന് എഴുതാം. അപ്പൊ ഞാൻ കെ ടി എന്ന് എഴുതി. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഷാഫ്റ്റ് മോട്ടറിന്റെ ആർമേച്ചറിൽ നിന്ന് പോകുമ്പോൾ ആർമേച്ചറിൽ എന്തുണ്ട്? ബാക്ക് ഇ എം എഫ് ഉണ്ട്. ആ ബാക്ക് ഇ എം എഫിൽ നിന്നാണ് സ്പീഡ് അറ്റൈൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഡെവലപ്പായ വോൾട്ടേജ്, അതാണ് ബാക്ക് ഇ എം എഫ്. അതിൽ നിന്നാണ് സ്പീഡ് അറ്റൈൻ ചെയ്ത് ഈ ഷാഫ്റ്റ് വഴി ലാസ്റ്റ് മെക്കാനിക്കൽ സിസ്റ്റം റൺ ചെയ്യുന്നത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ആ ഇ ബിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു, ഇ ബി വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി തീറ്റ ബൈ ഡി ടി. കാരണം എന്താന്ന് വെച്ചാൽ ഇ ബി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ആണ് അല്ലെ. ഇത് ഡെവലപ്പ് ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പീഡ് അറ്റൈൻ ചെയ്ത് ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് മിസ് ഇപ്പൊ പറഞ്ഞില്ലേ. അപ്പൊ ഇ ബി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ആണെങ്കിൽ ഈ സ്പീഡ് ആണ് ഡി തീറ്റ ബൈ ഡി ടി, ആസ് തീറ്റ ബൈ ഡി തീറ്റ ബൈ ഡി ടി ഓർ തീറ്റ ബി ദ ആംഗുലർ വെലോസിറ്റി. അപ്പൊ ആംഗുലർ ഡി തീറ്റ ബൈ ഡി ടി എടുക്കുമ്പോൾ ആംഗുലർ വെലോസിറ്റി, തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം വെലോസിറ്റി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യുമ്പോൾ ആംഗുലർ വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി, റൊട്ടേറ്റിംഗ് വെലോസിറ്റി ഈ സ്പീഡ് അല്ലെ, റൊട്ടേറ്റിംഗ് വെലോസിറ്റി ഈ സ്പീഡ്. സോ ഇ ബി ബാക്ക് ഇ എം എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി തീറ്റ ബൈ ഡി ടി. ആൻഡ് ഇതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ട് നമുക്കിപ്പോ എഴുതാം. ഇപ്പൊ നമുക്കിവിടെ 4 ഇക്വേഷൻസ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഇതില് സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ടോർക്ക് തന്നെയാണ് കിടക്കുന്നത് അല്ലേ, ടോർക്ക് തന്നെയാണ് കിടക്കുന്നത്. അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുന്നതിന് മുന്നേ യു ഹാവ് ടു ടേക്ക് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം, ഈ 4 ഇക്വേഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തിട്ട് സെക്കൻഡും തേർഡും ഇക്വേറ്റ് ചെയ്ത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് ഈസി ആയിട്ട് ഇപ്പൊ കിട്ടും. അപ്പൊ ചെയ്യാം. Taking the Laplace transform of all these equations. എല്ലാ ഇക്വേഷനെയും കണ്ടുപിടിക്കണം. ചെയ്യാലോ. ഫസ്റ്റിന്റെ എന്ത് കിട്ടും? വി എ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ എ ഇൻറ്റു ഐ എ ഓഫ് എസ്, എൽ എ ഇൻറ്റു എസ് ഐ എ ഓഫ് എസ്, എസ് ഐ എ ഓഫ് എസ് പ്ലസ് ഇ ബി ഓഫ് എസ്. അപ്പൊ നോക്കിക്കോ മക്കളെ, ഇവിടെ എനിക്കിപ്പോ അഗെയിൻ ഞാൻ ഇക്വേഷൻ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കൊടുത്തു പോയി. അതുകൊണ്ടാണ് 5, 6, 7, 8 എനിക്ക് കിട്ടിയത്. ഇതിൽ നിങ്ങൾ നോക്കിക്കോ, 6ഉം 7ഉം ടി ഓഫ് എസ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എ ഓഫ് എസിലും തീറ്റ ഓഫ് എസിലും ഉള്ള ഒരു ഇക്വേഷൻ കിട്ടും ആണല്ലോ. ദെൻ ഐ എ ഇക്വേറ്റ് ചെയ്താൽ മതിയല്ലോ, ഐ എ കോമൺ എടുത്താൽ മതിയല്ലോ. അപ്പൊ ഞാൻ ഈ ഫിഗർ ഇപ്പൊ മായ്ക്കാണ്, എഴുതിയെടുക്കണേ. 6ഉം 7ഉം ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് KTIA of S, which is equal to J
എസ് സ്ക്വയർ തീറ്റ ഓഫ് എസ് പ്ലസ് ബി എസ് തീറ്റ ഓഫ് എസ് അല്ലെ. ഇതിൽ നിന്ന് ഐ എ ഓഫ് എസ് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. അപ്പൊ എന്താ കിട്ടുക? തീറ്റ ഓഫ് എസ് ജെ എസ് സ്ക്വയർ പ്ലസ് ബി ഡിവൈഡഡ് ബൈ കെ ടി ഇൻറ്റു തീറ്റ ഓഫ് എസ്. സെവൻ എയ്റ്റ്. ഇത് ഇക്വേഷൻ നമ്പർ 9 എന്ന് ഞാനിപ്പോ കൊടുത്തു. ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് വേണ്ട, മിസ് ഇത് ആദ്യം എഴുതിയതായിരുന്നു. 9 എഴുതി. ഇനി എന്താ വെച്ചാല് ഈ ഐ എ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതിലായിരിക്കും? ഇക്വേഷൻ നമ്പർ 5 ഐ എ ഉണ്ട് അല്ലെ? ഐ എ ഉണ്ട്, രണ്ട് ഐ എ ഉണ്ട്. ആർ എ പ്ലസ് എൽ എ ഓഫ് എസ് ഐ എ ഓഫ് എസും രണ്ടിനും ആർ എ പ്ലസ് എൽ എ എസ് ഐ എ ഇ ബി എസ് ഉണ്ട്, വി എ ഓഫ് എസ് ഉണ്ട്. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ആൻഡ് ഇ ബിയും ഇതും ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്, സബ്സ്റ്റിറ്റ്യൂട്ട്. അടുത്ത് ഞാനിത് മായ്ക്കാണേ. അടുത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് നോക്കുന്നത്. ഇവിടെ ഒരു ഇ ബി ഉണ്ട് 5th ഇക്വേഷനില്, ആൻഡ് 8th ഇക്വേഷനും ഇ ബി ആയിരുന്നു. അപ്പൊ മിസ് ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാച്ചാ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 8 ഇൻ ഇക്വേഷൻ നമ്പർ 5. അപ്പോ ഇ ബി എന്നുള്ളിടത്ത് നമുക്ക് കെ ബി എസ് തീറ്റ ഓഫ് എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോ, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടേ. സബ്സ്റ്റിറ്റ്യൂട്ട് 8 in 5. 5ൽ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വി എ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ എ ഇൻറ്റു ഐ എ ഓഫ് എസ് പ്ലസ് എൽ എ എസ് ഐ എ ഓഫ് എസ് പ്ലസ് ഇ ബി. ഇ ബിക്ക് എന്ത് കൊടുത്തു? കെ ബി എസ് തീറ്റ ഓഫ് എസ് എന്ന് കൊടുത്തോ? കെ ബി എസ് തീറ്റ ഓഫ് എസ് എന്ന് മിസ് കൊടുത്തു. ഇനി നമുക്ക് ഇപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 10. എത്ര നമ്പറാ? ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയണ്ട കേട്ടോ. ഇത്രയായി. ഇനി 9ഉം 10ഉം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ നോക്കാം? ഓൾറെഡി 9 ഐ എ ആണ്. ഇതിൽ നിന്ന് ഇപ്പൊ എനിക്ക് ഐ എ എടുക്കാൻ ആർ എ പ്ലസ് എൽ എ എസ് ഇൻറ്റു ഐ എ ഓഫ് എസ് പ്ലസ് കെ ബി എസ് തീറ്റ ഓഫ് എസ് ഈക്വൽ ടു വി എ ഓഫ് എസ്. നമുക്ക് വേണ്ട എന്തായിരുന്നു? തീറ്റ ഓഫ് എസ് ബൈ വി ഓഫ് എസ് ആണ്. അതിലൊരു ബേർഡൻ ആയി കിടക്കുന്ന ഐ എ ആണ്. ആ ഐ എ 9th ഇക്വേഷൻ ഉണ്ട്. അത് ഇൻ ടേംസ് ഓഫ് തീറ്റ ഓഫ് എസ് ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 9 ഇൻ ഇക്വേഷൻ, ഇത് 10 വേണ്ടടാ, ഇത് 10 കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 9 in ഇക്വേഷൻ 10. അപ്പൊ എന്ത് കിട്ടും നോക്കോ. തേമേ, ഇവിടെ രണ്ട് വലിയ ലൈറ്റ്സ് ഇരിപ്പുണ്ട്, ഞാനിപ്പോ അത് ചവിട്ടി വീണേനെ. ശരി, 9 in 10. അപ്പൊ എന്താ കിട്ടുക? വി എ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ എ പ്ലസ് എൽ എ ഓഫ് എസ് ഇൻറ്റു ഇതിനെ എടുത്ത് അവിടെ കൊടുത്താൽ മതി, ജെ എസ് സ്ക്വയർ പ്ലസ് ബി എസ് ഉണ്ടായിരുന്നല്ലോ, സോറി അവിടെ എസ് ഞാൻ മിസ്സായി, ഇൻറ്റു തീറ്റ ഓഫ് എസ് പ്ലസ് കെ ബി എസ് തീറ്റ ഓഫ് എസ്. ഇനി ഈ കെ ടി കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. എഴുതിയെടുക്കണേ, മിസ്സിന്റെ സ്പേസ് അങ്ങ് പൊക്കോണ്ടിരിക്കുക. വി എ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് തീറ്റ വന്നു. ഇതിങ്ങനെ ബോക്സ് തന്നെ കൊടുത്താൽ മതി. നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ നിൽക്കണ്ട, വെറുതെ 8ന്റെ മണി വാങ്ങിക്കും. കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റിക്കും. ഡെറിവേഷൻ പോലെ പോകുന്നതല്ലേ, LCM ചെയ്യണം. സോ ഈ ഗേറ്റ് കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കെ ബി ഗേറ്റ് യെസ് തീറ്റ ഓഫ് എസ് the whole divided by kt. കിട്ടിയല്ലോ. ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെ മായ്ക്കുവാണേ. ഇതിന് വേണ്ട, കഴിഞ്ഞു, ആൻസർ കിട്ടി. ഇനി ഈ kt കൊണ്ട് വി എ മൾട്ടിപ്ലൈ ചെയ്യാ. വി എ ഓഫ് എസ് ഇൻറ്റു kt വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് മായ്ക്കുവാണേ, എഴുതിയെടുക്കണേ.
KT which is equal to RA plus SLA അല്ലെങ്കിൽ LA of S into JS square plus BS into theta of S plus KB KT S theta of S. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? theta of S divide by V of S എന്ന് എഴുതിയിട്ട് ഇക്വേഷൻ എഴുതിയാൽ മതി. ആൻസർ എഴുതിയാൽ ഓക്കെ. നോക്കിക്കോ, theta of S divide by V of S is equal to KT divide by RA plus LA into S plus J square plus BS plus KB KT S എന്നുള്ള ഇക്വേഷൻ കിട്ടിയിട്ടിട്ട് അപ്പൊ ഇതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ആർമേച്ചർ കൺട്രോൾഡ് DC മോട്ടർ. ഇനി ഇതിനെ ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് നാഗൂർ കന്നിയിൽ. നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത്രയും ചെയ്താലും ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. മാർക്ക് കിട്ടും. നമ്മൾ ട്രാൻസ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെന്റ് ചെയ്തോ, ആൻസർ ചെയ്ത് തരുന്നതാണ്.